ഉത്തരവാദപ്പെട്ട ചിലർ പരസ്യമായി പറയുകയാണല്ലോ, കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമൊന്നുമല്ല, ആ സ്ഥാനത്തിനൊന്നും അർഹതയില്ല എന്ന്. എന്താണ് അതിൻ്റെ പിന്നിലെ വികാരമെന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഇന്ത്യ രാജ്യത്ത് അതിവിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ നമ്പർ 1 എന്ന സ്ഥാനം അംഗീകരിച്ചത്. അത് ശുപാർശ കൊണ്ട് കിട്ടിയതാ, ഏതെങ്കിലും തരത്തിലുള്ള പക്ഷപാതിത്വം കൊണ്ട് കിട്ടിയതാ? അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് നമ്മുടെ യോഗ്യത വളർന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്. 2016 മുതൽ നാം നടത്തിയ തുടർച്ചയായ പ്രവർത്തനമുണ്ട്. അതിൻ്റെ ഭാഗമായി 10 നിയമങ്ങളാണ് ഭേദഗതി ചെയ്തത്, ഒരുപാട് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. അതിലൂടെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിലേക്ക് നമ്മൾ എത്തുകയായിരുന്നു. വിവിധ വകുപ്പുകൾ ഏകോപിതമായി പ്രവർത്തിച്ചു. വലിയ മാറ്റം, അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെയാണ് ഈ പറയുന്ന അംഗീകാരം നമുക്ക് കിട്ടിയത്. അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മുടെ നാടല്ലേ മാനിക്കപ്പെടുന്നത്, നമ്മുടെ കേരളമല്ലേ അതിൻ്റെ ഭാഗമായി മേന്മയിലേക്ക് എത്തുന്നത്. എന്തിനാണ് കേരളത്തെ ഇകഴ്ത്തുന്ന നില സ്വീകരിക്കുന്നത്? ഇത് LDFിൻ്റെ നേട്ടമായി മാത്രം എല്ലാവരും കാണേണ്ടത്, നാടിൻ്റെ നേട്ടമല്ലേ. LDFിനോട് വിരോധമുള്ളവരുണ്ടാകാം, പക്ഷെ നാടിനോടുള്ള വിരോധമായി മാറാൻ പാടുണ്ടോ? നാടിന് അർഹതപ്പെട്ടത് നാടിന് നൽകണ്ടേ? അത് പറയുമ്പോഴാണ് നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ കാര്യം നമുക്ക് ഓർമ്മ വരിക. കിട്ടിയോ ഇതേവരെ അർഹതപ്പെട്ടത് നമുക്ക്? എന്താണ് നമുക്ക് ഉള്ള വീഴ്ച? നമ്മൾ ഈ രാജ്യത്തിന് ചേരാത്തവരാണോ? ഈ രാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ പറ്റാത്തവരാണോ? ഈ രാജ്യത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നേരത്തെ പറഞ്ഞ നമ്പർ 1 ഇല്ലേ, വിവിധ സ്ഥാനങ്ങളിൽ നമ്പർ 1 സ്ഥാനം കരസ്ഥമാക്കിയുള്ള സംസ്ഥാനമാണ് കേരളം. അഭിമാനപൂർവം രാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിനാണ് ദുരന്തമുണ്ടായപ്പോൾ അതിന് നേരെ കണ്ണടക്കുന്ന നില. ദുരന്തത്തിൽ സഹായമല്ലേ നൽകേണ്ടത്? തിരിച്ചടക്കാനുള്ള വായ്പയാണോ കൊടുക്കേണ്ടത്? വായ്പ വേറൊരു ഭാഗമല്ലേ, അത് സഹായത്തിന് പകരമാവില്ലല്ലോ. സഹായിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയല്ലേ. ആ ബാധ്യത ഇനിയും നിറവേറ്റേണ്ടതായിട്ടുണ്ട്. വായ്പയുടെ ഭാഗമായി അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ് ആലോചിക്കും. അത് ആലോചിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് വേറൊരു ഭാഗമാണ്. പക്ഷേ സർക്കാരിന്, നാടിന്, കേരളത്തിന് ദുരന്തത്തിൻ്റെ ഭാഗമായി ലഭിക്കേണ്ട സഹായം അതേ രീതിയിൽ തന്നെ ലഭിക്കേണ്ടതുണ്ട്. അതിനുള്ള സമ്മർദ്ദം നാം ഇനിയും തുടരേണ്ടതായിട്ടുണ്ട്.